ഹായ് ഫ്രണ്ട്സ്, വേ ഓഫ് ദി വേൾഡ് മലയാളം എന്ന ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സാധാരണയായി രസകരമായ ബൈബിൾ കഥകളാണ് ഈ ചാനലിൽ ഞാൻ പ്രസിദ്ധീകരിക്കാറുള്ളത്. അതിനു പകരമായി ഇന്ന് ഇവിടെ ഗൂഗിൾ ജെമിനിയിൽ എങ്ങനെ ഒരു നല്ല പാട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഗൂഗിൾ ജെമിനിയിൽ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രൊമോഷൻ ഗാനം കേൾക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ വിവരിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കും ഇതുപോലൊരു ഗാനങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്വാഗതം എൻ പ്രിയ കൂട്ടുകാരാ, ഈ വചനത്തിൻ വഴിയെ വരാ. സ്വാഗതം സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്, വേ ഓഫ് ദി വേൾഡ് മലയാളം. മനം കവരും ബൈബിൾ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിസിറ്റ് ചെയ്യൂ സോദരീ സോദരരേ. ഇപ്പോൾ നിങ്ങൾ ഈ ഗാനം കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഞാനിത് എങ്ങനെയാണ് ഗൂഗിൾ ജെമിനിയിൽ നിർമ്മിച്ചത് എന്ന് നോക്കാം. ജെമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ഇനി സ്ക്രീനിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ജെമിനി ആപ്പ് തുറക്കാം. ഇതിൽ മ്യൂസിക് ക്രിയേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ എനിക്കിവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. കാരണം ഈ ഓപ്ഷൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിൽ വരാൻ തുടങ്ങിയിട്ട്. എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. എനിക്ക് അങ്ങനെയും കിട്ടിയില്ല. അതിനാൽ ഞാൻ വേറെ മാർഗത്തിലൂടെയാണ് ഇവിടെ എടുക്കുന്നത്. ഇതിനായി ഗൂഗിൾ സെർച്ച് ബാറിൽ പോയി ജെമിനി മ്യൂസിക് ജനറേറ്റർ എന്ന് അടിച്ചു കൊടുക്കാം. ഇതിൽ ട്രൈ ലിറിയ 3 ഫോർ ഫ്രീ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജെമിനി ആപ്പിൽ തന്നെയാണ് പോകുന്നത്. അവിടെ ഇങ്ങനെയുള്ള ഒരു പേജ് തുറന്നു വരും. ഇവിടെ ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഡിസ്ക്രിപ്ഷൻ യുവർ ട്രാക്ക് എന്ന സ്ഥലത്ത് നമുക്ക് ഏത് തരത്തിലുള്ള പാട്ടാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ നമുക്കൊരു വിവരണം കൊടുക്കാം. ഞാനിവിടെ മേക്ക് എ പ്രൊമോഷൻ മ്യൂസിക് ഫോർ മൈ ചാനൽ വേ ഓഫ് ദി വേൾഡ് മലയാളം എന്ന് കൊടുക്കുന്നു. ഈ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. തുറക്കുന്നതുവരെ അല്പസമയം കാത്തിരിക്കാം. നമ്മൾ വിവരണം കൊടുത്തത് ഏത് ഭാഷയിലും കൊടുക്കാം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ വേറെ ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ മ്യൂസിക് തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വാഴികൾ പലത്തുണ്ട്, ഇത് വാക്കിൻ്റെത്. നമ്മുടെ ചാനൽ വേ ഓഫ് ദി വേൾഡ് മലയാളം. ഹേ, ഞാൻ റാപ്പർ 1 കേൾക്കുന്നതൊക്കെ ന്യൂ നോളജ്. വാക്കുകൾ കൊണ്ട് കളിക്കും, ഇത് ഫയർ ആണ് ഫയർ മാൻ. പിന്നെ റാപ്പർ 2 ഫ്ലോ സ്മൂത്ത് ഈസി വൈബ്, ഡീപ്പ് ആയിട്ടുള്ള ആലോചന. ദാറ്റ്സ് ഹൗ വി ഓൾവേസ് ട്രൈ. റാപ്പർ 1 ഒന്നങ്കനും അറിയേണ്ട വിഷയങ്ങൾ, പലവിധ ആശയങ്ങൾ, പുതിയ ചിന്തകൾ എല്ലാം ഒന്നിച്ചു നിങ്ങൾക്ക് വേണ്ടി മാത്രം. വാക്കിന്റെ വഴിയിൽ ഞങ്ങൾ ഒന്നായി, അറിയേണ്ട കാര്യങ്ങൾ ചേർന്ന് ഇവിടായി. സബ്ബാടി പൂരമാക്കു, ബെല്ലൈക്കൺ പൊടിക്കു, വേവെട്ടും മലവെട്ടും പോലെ ഹിറ്റാക്ക്. വാക്കിന്റെ വഴിയിൽ ഞങ്ങൾ ഒന്നായി, അറിയേണ്ട കാര്യങ്ങൾ ചേർന്ന് ഇവിടായി. സബ്ബാടി പൂരമാക്കു, ബെല്ലൈക്കൺ പൊടിക്കു, വേവെട്ടും വടിവെട്ടും പോലെ ഹിറ്റാക്ക്. ഇതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ 30 സെക്കൻഡ് മാത്രം ഉണ്ടാക്കി തരുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഈ ഫോട്ടോയുടെ റൈറ്റ് സൈഡിൽ കർഷർ വെച്ചാൽ 2 ഓപ്ഷൻ വരുന്നതായിരിക്കും. ഒന്ന് വീഡിയോ വിത്ത് കവർ ആർട്ട്. അത് ആ കവർ ആർട്ടിനോട് കൂടി നമുക്ക് വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓഡിയോ മാത്രം മതിയെങ്കിൽ ഓഡിയോ ഓൺലി അതിൻ്റെ അടിയിലുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഓഡിയോ ആയി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വരികളാണെങ്കിൽ ആ വരികളും ആര് പാടണം, ഫീമെയിൽ ശബ്ദം വേണം, മെയിൽ ശബ്ദം വേണം, മിക്സ് ശബ്ദം വേണം എന്നെല്ലാം നമുക്കതിൽ എഴുതി കൊടുക്കാവുന്നതാണ്. എഴുതി കിടക്കുമ്പോൾ ഇതുപോലെ തയ്യാറായി വരുന്നതാണ്. ഈ ചാനൽ ബൈബിൾ കഥകൾ മാത്രം പബ്ലിഷ് ചെയ്യുന്ന ചാനലാണ്. എങ്കിലും എന്തിനാണ് ഞാനിത് കൊടുത്തതെന്ന് വെച്ചാൽ, ഞാൻ പല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടാണ് ഈ കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് വിവരിച്ചു തരാം. അപ്പോൾ ബൈബിൾ കഥകൾ കേൾക്കാനും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. കൂടാതെ എന്തെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.